മൂന്നാറ് വീഡിയോസ് ഇട്ടപ്പോൾ കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ, എവിടെ ഹസ്ബൻഡ് നിങ്ങളുടെ വീഡിയോസിലൊന്നും കണ്ടില്ലല്ലോ എന്നാണ്. അതിനുള്ള ഉത്തരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം ആൾ വർക്ക് ചെയ്യുന്നത് ദേവികുളം സ്റ്റേഷനിലാണ്. പക്ഷേ ഞങ്ങൾ അവിടെ കറങ്ങാൻ പോയെങ്കിലും ആൾക്ക് ഡ്യൂട്ടിയുടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ വരാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. പക്ഷേ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കുളക്കമല ട്രക്കിങ്ങിനാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രക്കിങ്ങിന് പോകുന്നത്. അതായത് ഈ ജീപ്പിലെ യാത്ര, പിന്നെ ആ കുണ്ടും കുഴിയും നിറഞ്ഞ് ഓഫ് റോഡിലെ യാത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആ വീഡിയോസ് ഒന്ന് ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പുറത്ത് നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 1.5 hours എടുക്കും മുകളിലേക്ക് കയറാൻ, അതേപോലെ തന്നെ ഒരു 1.5 മണിക്കൂർ താഴേക്ക് ഇറങ്ങാനും. ആ യാത്ര എന്താ പറയേണ്ടത്, ഞങ്ങൾ ഈ കുലുങ്ങി ഞങ്ങൾക്ക് ടയേർഡ്നെസ് അത്രയും ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ കുലുക്കം ഉണ്ടെങ്കിലും നല്ലൊരു ആസ്വദിക്കുന്ന ടൈപ്പുള്ള കുലുക്കമായിരുന്നു. പിന്നെ അവിടെ മുകളിലുണ്ടല്ലോ ഇതേപോലത്തെ ടെൻറ്റുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി സ്റ്റേ ചെയ്യാനായിട്ട് പിന്നെ ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവർ ടെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ്സ് ഒന്നും ഞാൻ ചോദിച്ചില്ലായിരുന്നു, കാരണം എനിക്ക് അത്രയും ഓർമ്മ നിന്നില്ല. പക്ഷേ ഈ ട്രക്കിങ്ങിൻ്റെ ചാർജ് 3000 ആണ് വരുന്നത്. പിന്നെ അവിടെ മുകളിൽ ചെന്നിട്ട് നല്ല സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചൊന്ന് നടക്കണം, ഒരു 2 കിലോമീറ്റേഴ്സോളം ഞങ്ങളൊന്ന് മുകളിൽ സൈറ്റ് സീയിങ്ങിന് നടക്കണം. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ തിരികെ പോരുന്ന ദിവസം ഞങ്ങൾ അവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിലും കൂടി കയറി കേട്ടോ. അവിടെ 150 100 ആണ് ചാർജ് വരുന്നത്. അതിൻ്റെ അകത്തും അടിപൊളി കുറേ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ, പിന്നെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ അവിടുത്തെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഇത് മിക്കവർക്കും കണ്ടു പരിചയമുള്ളത് തന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മെമ്മറി ഓൾമോസ്റ്റ് ഫുള്ളും ആയിരുന്നു ഫോണിൽ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വണ്ടികളൊന്നും കിട്ടുന്നില്ലായിരുന്നു ടൗണിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ചേട്ടനുണ്ടല്ലോ, ആൾ ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തന്നതാണ്. പിന്നെ സംസാരിച്ചപ്പോഴാണ് ആളുടെ മോളുടെ പേര് കവി എന്നാണ് പറയുന്നത്. ആ ബേബിയുടെ 5ാമത്തെ ബർത്ത്ഡേ ആണ് അന്ന്. അതുകൊണ്ട് ഇന്ന് ഓട്ടം പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ബർത്ത്ഡേ എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്രയും സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഒരു ടോയ് മേടിച്ച് ഗിഫ്റ്റായിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ശരവണയിൽ പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫുഡ് വരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറുതായിട്ട് ഈ ഇയർ ക്യാപ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഞങ്ങൾ എൻജോയ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് ബസ്സിനായിരുന്നു കേട്ടോ. ബസ് യാത്ര എന്ന് കേട്ടപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ശരിയായിരുന്നു കേട്ടോ. കാറിനേലും കുറച്ചും കൂടി കംഫർട്ടായി തോന്നിയത് ബസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും സേഫായിട്ട് തന്നെ കൊച്ചിക്ക് എത്തി. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 3 വീഡിയോസ് ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഫോളോ. താങ്ക്